നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ. 1 മണിക്കൂറോളം ബസ് സർവീസുകൾ മുടങ്ങി. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണായി UDF-ലെ സുബൈദ സെയ്ദ് മുഹമ്മദിനെ തിരഞ്ഞെടുത്തു. പകർച്ചപ്പനിക്കാലത്ത് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാർ സമയനിഷ്ഠ പാലിക്കുന്നില്ലെന്ന ആക്ഷേപം. രോഗികളെ കാത്തിരുത്തിയത് ഉച്ചവരെ. വിശദമായ വാർത്തകളിലേക്ക്. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടൽ. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളും ജീവനക്കാരും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. 1 മണിക്കൂറോളം ബസ് സർവീസുകൾ മുടങ്ങി. ബസ് പുറപ്പെടുന്ന സമയം വരെ വിദ്യാർത്ഥികളെ പുറത്ത് കാത്തു നിർത്തുന്ന സമ്പ്രദായത്തിനെതിരെ KSU നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ 4 മണിയോടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രകടനം നടത്തിയിരുന്നു. പ്രകടനം അവസാനിച്ച ശേഷം ബസ്സിൽ കയറിയ വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്ന് തള്ളി പുറത്താക്കിയതാണ് സംഘർഷത്തിന് കാരണമായത്. തെന്നത്തൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിൽ കയറിയ വിദ്യാർത്ഥിയെയാണ് പുറത്താക്കിയത്. ഇതിൽ പ്രതിഷേധിച്ചെത്തിയ വിദ്യാർത്ഥി നേതാക്കളുടെ നേരെ കയ്യേറ്റമുണ്ടാവുകയായിരുന്നു. വിദ്യാർത്ഥികൾ തിരിച്ചടിച്ചതോടെ ഏറ്റുമുട്ടൽ കുറേ സമയം നീണ്ടുനിന്നു. പോലീസ് എത്തിയെങ്കിലും സംഘർഷം തുടർന്നു. പോലീസ് പക്ഷപാതം കാട്ടുന്നതായി ആരോപിച്ച് വിദ്യാർത്ഥികൾ മുദ്രാവാക്യം മുഴക്കി. പോലീസും വിദ്യാർത്ഥികളും തമ്മിലും ഉന്തും സംഘർഷത്തിൽ പരിക്കേറ്റ KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കൂരാപ്പള്ളി, സോണി തോമസ് എന്നിവർ ചികിത്സയിലാണ്. KSU ചൊവ്വാഴ്ച പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥി അക്രമത്തിൽ പ്രതിഷേധിച്ച് BMS നേതൃത്വത്തിൽ ബസ് ജീവനക്കാർ പ്രകടനം നടത്തി. BMS ജില്ലാ സെക്രട്ടറി സിബി വർഗീസ് പ്രകടനത്തെ തുടർന്ന് നടന്ന യോഗത്തെ അഭിസംബോധന ചെയ്തു. കോളേജ് കാമ്പസുകളിൽ നിന്നും നിഷ്കാസനം ചെയ്തിട്ടുള്ള KSU കഴിഞ്ഞ 1 പതിറ്റാണ്ടായി 1-2 പതിറ്റാണ്ടായി കേരളത്തിലെ കാമ്പസുകളിൽ കാണുവാൻ സാധിക്കില്ലാത്ത പ്രസ്ഥാനമാണ്. ആ KSUവിനെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കുന്നതിന് വേണ്ടി ഞങ്ങളാണ് വിദ്യാർത്ഥികളുടെ സംരക്ഷകരായെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ വൈകാരികമായിട്ട് ഇളക്കിവിടുന്ന ഏറ്റവും വലിയ ഒരു കാര്യം പ്രൈവറ്റ് ബസ് മേഖലയാണ് എന്നുള്ളതുകൊണ്ട് ആ വിദ്യാർത്ഥികളെ വൈകാരികമായിട്ടുള്ള അവസ്ഥ മുതലെടുത്തുകൊണ്ട് ബസ് തൊഴിലാളികളുടെ മേലെ കടന്നു വരുന്നാൽ ബസ് തൊഴിലാളികൾ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. KSU എന്ന് പറയുന്ന കതറിട്ട കുപ്പായക്കാര് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. നിങ്ങൾ ആവശ്യത്തിന് തല്ലുമാണിച്ചിട്ടുള്ള SFIയുടെ അവരുടെ നേതൃത്വത്തിലുള്ള CI2 പോലുള്ള CPM പോലുള്ള പ്രസ്ഥാനത്തോട് പോരടിച്ചുകൊണ്ട് വളർന്നു വന്ന പ്രസ്ഥാനമാണ് ഭാരതീയ മസ്ദൂർ സംഘം. ആ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ നേരെ KSU എന്ന് പറയുന്ന പീറ പിള്ളേർ വന്നാൽ അവരെ ഞങ്ങൾ അതേ രീതിയിൽ തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണായി UDF-ലെ സുബൈദ സെയ്ദ് മുഹമ്മദിനെ തിരഞ്ഞെടുത്തു. LDF-ന്റെ സുമാ ശിവരാമനെയും BJP-യിലെ ബിന്ദു പത്മകുമാറിനെയുമാണ് സുബൈദ പരാജയപ്പെടുത്തിയത്. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് അഡ്വക്കേറ്റ് താജ്മോൾ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. UDF-ലെ മുസ്ലിം ലീഗ് അംഗം സുബൈദ സെയ്ദ് മുഹമ്മദും LDF-ലെ സുമാ ശിവരാമനും BJP-യിലെ ബിന്ദു പത്മകുമാറും തമ്മിലായിരുന്നു മത്സരം. സുബൈദ 21 വോട്ടും സുമാ ശിവരാമൻ 5 വോട്ടും ബിന്ദു പത്മകുമാർ 4 വോട്ടും നേടി. ഇടുക്കി RDO ബാബു തോമസ് ചെറിയാന്റെ സാന്നിധ്യത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. 7ാം വാർഡ് കൌൺസിലറായ സുബൈദ സെയ്ദ് മുഹമ്മദ് ഇത് 2ാം തവണയാണ് മുനിസിപ്പൽ കൌൺസിലറാവുന്നത്.
കൗൺസിലിലെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഉബൈദ ഷെയ്ഖ് മുഹമ്മദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശുദ്ധതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചു കൊണ്ടും നിർവഹിക്കുമെന്ന് കലയന്താനി ടൗൺ, കൊന്താലപ്പള്ളി, ഇളന്തേശം ഭാഗങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് വൈദ്യുതി മുടങ്ങുന്നത്. ജില്ലയിലെ ആദിവാസി മേഖലയായ പട്ടയക്കുടിയിലേക്കുള്ള സർവീസ് അടിക്കടി മുടക്കുകയാണ് KSRTC. തൊടുപുഴയിൽ നിന്ന് വണ്ണപ്പുറം വഴി പട്ടയക്കുടിക്കുള്ള ബസ് 10 ദിവസത്തിനുള്ളിൽ 2 ദിവസം മാത്രമാണ് സർവീസ് നടത്തിയത്. രാവിലെ 6:30 പുറപ്പെട്ട് കുമാരമംഗലം വഴി പട്ടയക്കുടിയിലെത്തി 8:45 മടങ്ങുന്ന ഒരു ബസ് മാത്രമാണ് ഈ ആദിവാസി മേഖലയുടെ ഏക ആശ്രയം. സ്വകാര്യ ബസ്സുകളൊന്നും പട്ടയക്കുടിക്ക് സർവീസ് നടത്തുന്നില്ല. KSRTCയുടെ അവഗണനയ്ക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. പകർച്ചപ്പനിക്കാലത്ത് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരെത്താത്തത് രോഗികളെ വലച്ചു. രോഗികളും ബന്ധുക്കളും ബഹളം വെച്ചതിനെ തുടർന്ന് 12 മണിയോടെ ഡോക്ടർമാർ എത്തി. പകർച്ചപ്പനിക്കാലത്ത് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരെത്താതാണ് രോഗികളെ വലച്ചത്. രാവിലെ 7:30 രോഗികളെത്താൻ തുടങ്ങിയെങ്കിലും 11 മണിയായിട്ടും ഡോക്ടർമാരെത്താത്ത രോഗികളെ അക്ഷരാർത്ഥത്തിൽ വലച്ചു. ഞങ്ങൾ രാവിലെ 7 മണിയായപ്പോൾ വന്നിരിക്കണ. ഇവിടെ ഡോക്ടറില്ല. ഡോക്ടർ ഇത്രയും നേരം കാത്തിരുന്നിട്ടും ഡോക്ടറെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഡോക്ടർ വന്നിരിക്കണേ. അവർ പറഞ്ഞായിരുന്നു. അവർ പറഞ്ഞത് ഡോക്ടർ വരുമ്പോൾ നമ്പർ ഇട്ട് തരാന്നാ. ഡോക്ടർ എന്തെന്ന് ചോദിക്കുമ്പോൾ തീരല്ല എന്ന് പറയും. ഇപ്പോൾ ഉടനെ വരും എന്ന് പറയും. താമസം വരുന്നെന്നുണ്ടെങ്കിൽ അവർ പറയണം ഇന്ന സമയത്തേ വരത്തുള്ളൂ, ആ സമയത്ത് നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറയണം. ഇതൊരു നിങ്ങൾ നിൽക്കുക, ഞങ്ങൾ ഡോക്ടർ ഉണ്ടെന്ന് പറയുവർ. അപ്പോൾ ഹസ്ബൻഡ് 2 പിള്ളേരായിട്ട് അപ്പുറത്തിരിപ്പുണ്ട്. ഒരാൾ ഇപ്പോൾ ഞാൻ തന്നെ വന്നെങ്കിൽ തന്നെ ഞാൻ പല പ്രാവശ്യം ഓർത്തോ ഡോക്ടറെ കാണാൻ വന്നിട്ട് ഇവിടെ ആളിലാണ് തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പല ഡോക്ടർമാരെ ഇവിടെ അവർ ഉണ്ടെങ്കിൽ അവർ ഉണ്ടെന്ന് പറയും. അത് നമ്പർ തീർന്നാലും അവർ പറയത്തില്ല, അവർ ഇടയ്ക്കിട്ട് അങ്ങ് പോകും. പിന്നെ നമ്മൾ നോക്കി നിൽക്കണം അവർ വരുന്നത് വരെ. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒരാളുണ്ട്, കൊച്ചിനെ കൊണ്ടൊക്കെ വരുന്ന ആളെ ഇപ്പോൾ ഈ 3 രൂപ വെച്ച് തന്നെ മേടിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റി വിടുള്ളൂ എന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ചോദിച്ചതാ. അന്ത് കയറ്റി വിടില്ല. പിന്നെ അവസാനം 3 രൂപ കൊടുത്തിട്ട് വരേണ്ട ഒരു സാഹചര്യം വന്നു. അത്രയും ഇത് കാണിക്കരുത്. കൊച്ചിനെ കൊണ്ട് വരുമ്പോഴെങ്കിലും ഒരു കൺസൾട്ടേഷൻ ആ 3 രൂപ കയറ്റി വിടുന്ന ഒരു കാരണം വെച്ചാൽ അത് 3 രൂപ വെച്ചിട്ട് 3 രൂപ ആർക്കും ഒന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇതുപോലെ എത്ര എല്ലായിടത്തും ഇങ്ങനെ മേടിച്ച് വെച്ചോണ്ടിരിക്കുക. വലിയ ആശ്രയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വരുമ്പോൾ ഡോക്ടർമാരൊന്നുമില്ല. പകുതി ഇവിടെ 2-3 ഇതായിട്ട് ഡോക്ടർമാർ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. പക്ഷെ ഒരു ഡോക്ടർമാർ ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ തന്നെ ഇപ്പം 30ഓളം ഡെങ്കിപ്പനിക്കാർ ഇവിടെ കിടപ്പണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു പനിയായിട്ട് വന്നാലോ ഒരു മരുന്നിനൊന്നും ഇവിടെ ഡോക്ടർമാരെ കാണാൻ പറ്റിയില്ല. ഒരു തല ഇറങ്ങി വരുവാണെങ്കിൽ തന്നെ ഇവിടെ വീണ് കിടക്കുമല്ലാതെ ഡോക്ടർമാർ കാണില്ല. ഒരു മരുന്നായാലും പകുതി മരുന്ന് ഇവിടുന്ന് വരും, പകുതി മരുന്നും കാണിക്കല്ലോ ഇവിടെ. എല്ലാം പുറത്തോട്ടെ. ഈ പനിയും പിടിച്ച് മരുന്ന് മേടിക്കാൻ പൈസ പോലും ഇല്ലാത്തവരായിരിക്കും ഈ ആശുപത്രി വരുന്നത്. ആശുപത്രിയിലാണെങ്കിൽ വലിയ പ്രൈവറ്റ് ആശുപത്രി പോകില്ലേ ഉള്ളൂ. അതിന് ഇവിടുന്ന് ഒരു മരുന്ന് പോലും ശരിക്കും തരുന്നില്ലെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. കിടക്കാനൊരു സ്ഥലം ഇല്ല ഇവിടെ പനിയെ പിടിച്ച് വന്നാലും. സത്യം പറഞ്ഞാൽ ഡോക്ടർമാരില്ല, മരുന്നില്ല, സൗകര്യമൊന്നുമില്ല. താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. ഡോക്ടർമാർ ഉടനെത്തുമെന്ന് ജീവനക്കാർ അറിയിച്ചുകൊണ്ടിരുന്നെങ്കിലും രോഗികളുടെ കാത്തിരിപ്പ് തുടരുകയായിരുന്നു. 11 മണിയോടെ രോഗികളും ബന്ധുക്കളും ബഹളം ആരംഭിക്കുകയായിരുന്നു. 12 മണിയോടെ ഡോക്ടർമാരെത്തി. 5 ഡോക്ടർമാരാണ് ഇവിടെ പതിവായി രോഗികളെ പരിശോധിക്കുന്നത്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ ഡോക്ടർമാരുടെ സേവനം കൃത്യസമയത്ത് ലഭിക്കാത്തത് രോഗികളുടെ ദുരിതം ഇരട്ടിയാക്കുകയാണ്. കാഞ്ഞിരമറ്റം കവലയിലെ ട്രാഫിക് ഐലൻഡിൽ പതിവ് പോലെ മേയാനെത്തിയതാണ് ഈ തെരുവുകാള. ഇക്കുറി കാള എത്തിയപ്പോൾ കാണുന്നത് പുല്ല് ചെത്തിമാറ്റി പൂച്ചെടി നട്ടിരിക്കുന്നതാണ്. ഇതോടെ പൂച്ചെടികൾക്ക് മുകളിൽ വിശ്രമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഈ കാളക്കൂറ്റൻ. കാള ഇതൊരു സ്ഥിരം വിശ്രമ കേന്ദ്രമാക്കുമോ എന്ന ആശങ്കയിലാണ് സൗന്ദര്യവൽക്കരണം ഏറ്റെടുത്തിരിക്കുന്ന കാഞ്ഞിരമറ്റം പുരുഷ സ്വാശ്രയ സംഘം.
ബിസിനസ് വാർത്ത. തൊടുപുഴ മൂലമറ്റം റോഡിൽ പോപ്പുലർ ടൂൾ പാർക്ക് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ പ്രമുഖ കമ്പനികളുടെയും ഹാൻഡ് ടൂൾസ്, കട്ടിംഗ്, ഗ്രൈൻഡിംഗ്, ഡ്രില്ലിംഗ്, വെൽഡിംഗ്, കാർ വാഷ് മെഷീനുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഇവയുടെ ആക്സസറികളും വിൽപ്പനാനന്തര സേവനവും ഇവിടെ ലഭിക്കും. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണ തത്വം പാലിച്ചുകൊണ്ട് സാമൂഹ്യനീതി നടപ്പാക്കണമെന്ന് കേരള പുലയർ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ട്രഷറർ അഭിലാഷ് സി കുമാർ ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 10ാം റാങ്ക് നേടിയ നിമ്മി ജോയി മണിക്കൊമ്പേലിനെ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് അഭിനന്ദിച്ചു. ഇളന്തേശം സ്വദേശി മണിക്കൊമ്പേൽ ജോയിയുടെയും പന്നിമറ്റം സെന്റ് ജോർജ് LP സ്കൂൾ അധ്യാപിക മേരിയുടെയും മകളാണ് നിമ്മി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ. 1 മണിക്കൂറോളം ബസ് സർവീസുകൾ മുടങ്ങി. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണായി UDFലെ സുബൈദ സെയ്ദ് മുഹമ്മദിനെ തിരഞ്ഞെടുത്തു. പകർച്ചപ്പനിക്കാലത്ത് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാർ സമയനിഷ്ഠ പാലിക്കുന്നില്ലെന്ന ആക്ഷേപം. രോഗികളെ കാത്തിരുത്തിയത് ഉച്ചവരെ. ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നമസ്കാരം.